ഹലോ എവരി വൺ. നമ്മൾ ട്രിനിറ്റി കോളേജ് ലണ്ടൻ്റെ എക്സാം വീഡിയോ മൊബൈലിലൂടെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് നോക്കുന്നത്. നമ്മുടെ മെയിൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. നമ്മൾ രജിസ്റ്റർ ചെയ്ത മെയിൽ ഐ.ഡിയിലേക്ക് ഇങ്ങനെ ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരിക്കും. ഈ ലിങ്കിൻ്റെ താഴെയായിട്ട് ഈ മെസ്സേജ് വരെ ട്രിനിറ്റി കോളേജ് ലണ്ടൻ എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു മെയിൽ റിസീവ് ചെയ്യാം. അതിൻ്റെ താഴെ വ്യൂ ഫോം എന്നുള്ള ഈ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വേറൊരു പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ആവും. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യണം. ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് ഈ ഇമെയിൽ ഐ ഡി അടിച്ച് ലോഗിൻ ചെയ്യണമെന്നില്ല. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നമ്മൾ ലോഗിൻ ചെയ്ത അക്കൗണ്ട് കാണാൻ പറ്റും. അതായത് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അക്കൗണ്ട് കാണാൻ പറ്റും. ആ അക്കൗണ്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഇതിലേക്ക് വരും. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള പേജ്. ഇൻ കേസ് ഇങ്ങനെയല്ല വരുന്നതെങ്കിൽ ചില സമയത്ത് ഈ ഒരു പേജും കാണാറുണ്ട്. ഈ ഒരു പേജും ഇങ്ങനെ കാണും. ഇങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി മെസ്സേജ് ഇവിടെ ഒരു ഫോംസ് എന്ന് കാണാൻ പറ്റും. ഈ ഫോംസ് ക്ലിക്ക് ചെയ്യാം. താഴേക്ക് വരാം, കണ്ടിന്യൂ കൊടുക്കുക. ഇതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് അപ്ലോഡ് എക്സാം പെർഫോമൻസ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ചൂസ് ഫയൽ അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫയൽ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് അപ്ലോഡ് ചെയ്ത് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫയൽ സൈസ് എത്രയാണോ അതനുസരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമും കൂടുതലെടുക്കും. ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മളിപ്പോൾ കീബോർഡും ഗിറ്റാറും വയലിനും ഏത് ഇൻസ്ട്രുമെൻ്റാണോ ചെയ്യുന്നത്, ഈ അപ്ലോഡിങ്ങിൻ്റെ പ്രോസസ്സ് സെയിം ആണ്. ലോഗിൻ ചെയ്യുന്ന പ്രോസസ്സും സെയിം ആണ്. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് റോക്ക് ആൻഡ് പോപ്പിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിന് താഴെ വരുന്ന പെർഫോമൻസിൻ്റെ ഈ ഒരു കാറ്റഗറി ഉണ്ട്. ഇവിടെ ഫസ്റ്റ് സോങ് പെർഫോമർ എന്ന് പറഞ്ഞിട്ട് വരുന്ന സെക്ഷൻസ് ഉണ്ട്. അത് മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ ഗിറ്റാറും വയലിനും ഒക്കെ ചെയ്യുമ്പോൾ ക്ലാസിക്കൽ ആൻഡ് ജാസിൽ കുറച്ച് വ്യത്യാസമുണ്ട് റോക്ക് ആൻഡ് പോപ്പിനെ വെച്ച് നോക്കുമ്പോൾ. നമ്മുടെ വീഡിയോ അപ്ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി രണ്ടാമത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കാണണമെങ്കിൽ ജസ്റ്റ് ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നോക്കാനുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സോങ് ഏതാ പ്ലേ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ ട്രിനിറ്റി സിലബസ് സോങ്ങാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, റോക്ക് ആൻഡ് പോപ്പ് ആയതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്ത സോങ് ഡോണ്ട് സ്പീക്ക് ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് ഓക്കെ കൊടുത്തു. സെക്കൻഡ് സോങ് ചെയ്തിട്ടുള്ളത് ടെക്നിക്കൽ ഫോക്കസ് ആണ്. ഒരു സോങ് റോക്ക് ആൻഡ് പോപ്പിൽ എന്തായാലും ടെക്നിക്കൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ടെക്നിക്കൽ ഫോക്കസ് സോങ് സെലക്ട് ചെയ്തു. അത് ചെയ്തിട്ടുള്ളത് ഇതാണ്, സൺ ഓഫ് എ സെയിം ഫസ്റ്റ് സോങ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അടുത്ത മൂന്നാമത്തെ ഓൺ ചോയ്സ് ചെയ്യാം, അല്ലെങ്കിൽ ട്രിനിറ്റി സിലബസിൽ സോങ് ചെയ്യാം. ഇവിടെ ചെയ്തിട്ടുള്ളത് ട്രിനിറ്റി സിലബസിലെ സോങ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് യു ഡു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സോങ് ആണ്. യു ഡു സംതിങ് ടു മീ ഇതാണ് ചെയ്തിട്ടുള്ളത്. സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ 3 സോങ് സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെ വരുന്ന എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കണം. ഒറ്റ ടേക്കിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ കട്ടിങ് ഒന്നുമില്ല. ട്രിനിറ്റിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടെന്നുള്ള ഇതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സോങ് ഡോണ്ട് സ്പീക്കാണ്. രണ്ടാമത്തെ സോങ് ടെക്നിക്കൽ ഫോക്കസ്. മൂന്നാമത്തെ സോങ് 3 സോങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മളിത് സബ്മിറ്റ് ഫോം കൊടുക്കുക. അപ്പോൾ ഓൾറെഡി അവിടെ വന്നു സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നുള്ളൊരു പോപ്പപ്പ് നമുക്ക് വന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ സെയിം ടൈമിൽ നമുക്കൊരു മെയിലും കൂടി റിസീവ് ചെയ്യും. നമ്മൾ ഇതിന് ഫുള്ളായിട്ട് ബാക്കിലേക്ക് വരിക, ക്ലോസ് ചെയ്യുക, വിൻഡോ ക്ലോസ് ചെയ്യുക. നമ്മൾ മെയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിലിൽ കാണാൻ പറ്റും ഒരു നോട്ടിഫിക്കേഷൻസ് കൊണ്ട് വരും. യു ഹാവ് കംപ്ലീറ്റഡ് ഗ്രേഡ് 4 എന്നുള്ളത് കാണാൻ പറ്റും. പിന്നെ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സബ്മിറ്റബിളിൽ പോയി കഴിഞ്ഞാലും അവിടെ സബ്മിറ്റഡ് എന്നുള്ള ഇതാണ് കാണിക്കുള്ളൂ. ഇനി അതിൽ നമുക്കൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേജിലേക്ക് തന്നെ വരും. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പേജിലേക്ക് വരും. നമുക്കിവിടെ ഒരു എഡിറ്റിംഗ് പോലും പറ്റില്ല. കാരണം ഇത് ഡൗൺലോഡ് ചെയ്താൽ വീഡിയോ കാണാൻ പറ്റും. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്നും കൂടെ വേണമെങ്കിൽ നോക്കാം. ഇനി വേറെ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്.